ഉണ്ട്. എത്ര ഏകദേശം ഒരു 20 സറൗണ്ടിൽ 4 റോപ്പ് അതിൻ്റെ അത് പൊട്ടിണ്ടാവും. ഇല്ലല്ലോ, വലിച്ചെടുക്കലൊന്നും പ്രയാസമായിരിക്കും, ഉള്ളോട്ടുണ്ടാവും. ഇല്ല ഇമ്പോസിബിൾ. അതിന് മുമ്പ് ക്രെയിൻ കൊണ്ടുവന്നിട്ട്, സാധാ ക്രെയിൻ ഉണ്ടല്ലോ, ഈ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഇരുമ്പിൻ്റെ റോപ്പ് ഇട്ടിട്ട് ആ മരങ്ങൾ വലിച്ചെടുക്കണം. ഏത് മേലുള്ള മരങ്ങളുണ്ടല്ലോ, നമ്മളെ കാട്ടുമരങ്ങൾ, കാട്ടുമരങ്ങൾ വലിക്കണം. കാട്ടുമരങ്ങളുണ്ട്, പിന്നെ ഞങ്ങളെ മരങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ മണ്ണുണ്ട്, ചളിയുണ്ട്, ഒക്കെ ഉണ്ട്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അത് പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. അതെ, നല്ലൊരു റോപ്പ് വേണം. അതേമാതിരി തന്നെ നല്ലൊരു 40 ടൺ അങ്ങനത്തെ വലിയ ക്രെയിൻ ഉണ്ടല്ലോ, ഹെവി, ആ ക്രെയിനും വേണം. നല്ല നീളമുള്ള റോപ്പ് ഉണ്ടെങ്കിൽ മരങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും. തിങ്കളാഴ്ചയോട് കൂടി ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ടോ? അത് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ്, കൺഫേം ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പേ അത് ഓർഡർ ചെയ്ത് വരുന്നതിന് മുമ്പേ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതാണ് ഈ നല്ലൊരു ക്രെയിന്. ഒരു ക്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ചെറിയ ചെറിയ മരങ്ങളുണ്ട് കുറേ, അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇവർക്ക് സ്വിമ്മിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. ആ മരങ്ങൾ പിന്നെ വലിച്ചെടുക്കണം. ഓക്കെ, എസ്പിനേഷൻ ജിതിൻ, അതെ, ഇപ്പോൾ അവർ ലോറി ആ സ്ഥലത്ത് സ്പോട്ട് ചെയ്ത് വെച്ചെന്നാണ് പറഞ്ഞത്. 100% അവിടെ ഉറപ്പാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ആ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ കൂടുതൽ അവിടെ വണ്ടിയുടെ അടുത്ത് എത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുക. അവിടെ ഇപ്പോൾ പറഞ്ഞത് ഈ മുകളിലുള്ള ആ മരങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട്, അതേപോലെ അവരെ വണ്ടിയിലുള്ള മരങ്ങളെല്ലാം ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിന് ഡ്രഡ്ജറിൻ്റെ ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ ക്രെയിൻ വെച്ച് കുറച്ച് അത് വലിച്ചെടുത്താൽ ഒന്നുകൂടി എടുക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. നാളെ ഒരു ഇടവേള ഉണ്ടെങ്കിൽ പോലും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിനൊരു ഒഫീഷ്യലായിട്ട് നമുക്കൊരു അറിയിപ്പ് കിട്ടണം. ഇക്കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തുമോ അഭിലാഷ്? ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുമോ? അതായത് മണ്ണിനടിയിൽ ലോറിയുണ്ട്. സുജയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല, നാളെ തന്നെ